എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി പറയാ, എന്നാലും ഇന്നലെ കാണിച്ചത് വളരെ മോശമായപ്പോഴുള്ള പരിപാടിയായി പോയി മീനാക്ഷി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മീനാക്ഷിക്ക് അവിടെ വേണ്ട എല്ലാവരും ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, എന്ത് മോശം? മീനാക്ഷി വീട്ടിൽ പോയതാണോ വലിയ മോശമായി പോയത്? അതെങ്ങനെ ശരിയാവും ശ്രീദേവി? കല്യാണം കഴിഞ്ഞ നോർത്തോണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഞാൻ അതിനകത്ത് ഒരു തെറ്റൊന്നും കാണുന്നില്ല എന്ന് പറയാം. എന്നാലും അത് ശരിയാണോ അമ്മേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ബാലച്ചന്റെ പിറന്നാൾ, അത് ഞാൻ മുന്നിട്ടിറങ്ങി നല്ല അതിഗംഭീരമായിട്ട് നടത്തുന്ന സമയത്ത് എല്ലാരും ഈ വീട്ടിൽ വേണ്ട എല്ലാരും ചോദിക്കും. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അതിനിപ്പോ എന്താ? ബാലന്റെ പിറന്നാളാന്നുള്ള കാര്യം ഈ പറയുന്ന മീനാക്ഷി അറിഞ്ഞില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നേ? ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലരൊക്കെ പറയും, ഓ അത് ഭാര്യയുടെ വീട്, അല്ലെങ്കിൽ ഇത് ഭർത്താവിന്റെ വീട്. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. രണ്ട് വീടും ഒരേപോലെ തന്നെ കാണാൻ ശ്രമിക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രീദേവി പറഞ്ഞു, ഓ ഞാൻ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞോളേ, ഇനിയിപ്പൊ ഞാൻ കൂടുതലൊന്നും പറയണില്ലേ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവണം. ആ പോക്ക് കണ്ടപ്പോ മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്റെ ദൈവമേ, ഇതെന്തൊരു സാധനം ഇത്! ഒരു രീതിയിൽ മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് ശരിയാ, ചില സമയത്ത് ഇങ്ങനെ ശ്രീദേവിയുടെ സ്വഭാവം എന്ന് പറയണം. ഗോമതി പറഞ്ഞു, എനിക്ക് ചിരിയാ വരണേന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല, ചില സമയത്ത് 10 പൈസയുടെ ബോധമില്ലാത്ത രീതിയിലുള്ള ശ്രീദേവിയുടെ സംസാരം അത് കേട്ട് കഴിയുമ്പോഴത്തേനും ആർക്കാണേലും ചിരി വരില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും മിത്രയും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് കടയിൽ ബാലിരിക്കണ സമയത്ത് രാമേട്ടൻ അങ്ങോട്ട് ലഡു ഒക്കെ ആയിട്ട് വരുന്നത്. ഇതെന്താ രാമേട്ട, ഇത് എടുക്ക് ബാല നീന്ന് പറയണ. അങ്ങനെ ബാലൻ ലഡു ഒക്കെ എടുത്തു. അതെ, ഇന്നാണ് ബാലന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറയണം. അതെ ബാല, നമ്മൾ ആ പിറന്നാളും കൂടെ ആഘോഷിക്കുക എന്ന് പറയണം. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ രാമേട്ടാന്ന് ചോദിക്കുക. പിന്നില്ലാതെ, ഇതിന്റെയൊക്കെ ആവശ്യമില്ലേ? ഇന്നലെ എല്ലാരും കേക്ക് മുറിച്ച് ആഘോഷിച്ച് കഴിയുമ്പോൾ നമ്മൾ ആഘോഷിച്ചില്ലോ, അപ്പൊ ഇതെങ്കിലും വേണ്ടേന്ന് ചോദിക്കുക. അടുത്ത വർഷം കണ്ടു ഇനി ഇവിടെ വെച്ചിട്ടായിരിക്കും അതിഗംഭീരമായിട്ട് തോരണമൊക്കെ തൂക്കി നമ്മള് ബാലന്റെ പിറന്നാൾ ആഘോഷിക്കും. ഇല്ല ധർമാന്ന് ചോദിക്കാം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ രാമേട്ട, നമ്മൾ ആഘോഷിക്കുന്നു പറയണ. അപ്പോഴേക്കാണ് ആകാശിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അച്ഛൻ രവീന്ദ്രനാണ്. അതെ, അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടത് ബാലന്റെ മുഖം കടന്നൽ കുത്തിയ പോലെയായി. പിന്നീട് ആകാശ് അവിടെ പോയി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുറെ സമയം സംസാരം നീണ്ടു. നല്ല സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ, ഇടയ്ക്ക് അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കണം, ഇവിടെ ആരും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം. അങ്ങനെ ബാലിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ബാലിനെയും കേട്ടി സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ബാലിനെയും കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്, രവീന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ് അവരെ ഇങ്ങോട്ടേക്ക് വിടണം, ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ മുളലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയണം. അതൊക്കെ കേട്ടപ്പോൾ ബാലന്റെ മനസ്സങ്ങോട്ട് തകർന്നു പോയി. ബാലൻ പ്രതീക്ഷിച്ച കാര്യമല്ലത്. കാരണം ബാലിന് ഒരു ഭയം ഉണ്ടായിരുന്നുള്ളില്ല, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അവസാനം അടുത്ത് കഴിഞ്ഞപ്പോൾ ആണ്ട കിടക്കണു. ദൈവമേ, ഇവരെ നഷ്ടപ്പെടുവോ? ആകാശ ഇക്കണക്കിനാണെങ്കിൽ മിക്കവാറും അങ്ങോട്ടേക്ക് പോകാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. അങ്ങനെയാണെ തനിക്ക് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനവിടെ ഇരിക്കാൻ പറ്റിയില്ല. ബാലിന് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണ. ആകാശിച്ച് എന്താച്ചാ? അല്ല, ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? അറിയാലോ, ഇവിടെ കടയിൽ തിരക്കുള്ള സമയത്താണ്. ഈ സമയത്ത് ഇങ്ങനെ വിളിച്ച് വെറുതെ ശല്യം ചെയ്യേണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ ഇതേ പിന്നെ എപ്പോഴേലും സമയം കിട്ടുമ്പോൾ വിളിക്കണം, അല്ലാതൊന്നും വിളിക്കില്ലെന്നൊക്കെ പറയണം. ആകാശിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അത് ഫോൺ വിളിച്ചു നിർത്തിപ്പോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലോ. ഇത് കേട്ട് ഇനിയിപ്പം ധർമ്മൻ ആകാശിനോട് സാരമില്ല പോട്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാണ്. പിന്നീട് ആര്യം വീട്ടിലേക്ക് നേരത്തെ വരുവാണ്. അപ്പം മിത്ര എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ആര്യം നേരത്തെ വന്നേ? എനിക്ക് എന്താളും സന്തോഷമായിട്ടോ, ഇന്ന് നേരത്തെ വന്നല്ലോ, ഇന്ന് ഇനി അച്ഛന്റെ വയലിൽ ചീത്ത ആക്കണ്ടല്ലോ എന്ന് പറയണം. അതെ, നേരത്തെ വന്ന് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നാ, ഞാൻ ഇപ്പൊ തന്നെ പോകുമെന്ന് പറയണം. ഇപ്പൊ തന്നെ പോകും? എങ്ങോട്ട്? കുറച്ച് ലോങ് പോണെന്ന് പറയാം. ലോങ്ങോ എങ്ങോട്ട്? അത് പിന്നെ കട്ടപ്പന അങ്ങോട്ടേക്ക് ഒരു ലോഡ് ഉണ്ടെന്ന് പറയണം. കട്ടപ്പനയ്ക്കോ? അതെവിടാ? അത് കോട്ടയം ഇടുക്കി പോകുന്ന വഴിയാന്നൊക്കെ പറയണം. മിത്രയ്ക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഈ സമയം മിത്രയ്ക്ക് ആ പട വിഷമമായിപ്പോയി. മിത്ര പറഞ്ഞു, എന്തിനാ ആര്യ ഇത്ര ദൂരേക്കൊക്കെ ലോഡും കൊണ്ട് പോന്നേ? അതെ, ഈ ലോഡും കൊണ്ട് പോണ കുറച്ച് പൈസ കൈ കിട്ടും, നല്ല കാര്യമല്ലെന്ന് നിൽക്കും ആര്യ. അല്ലെങ്കിൽ തന്നെ പകൽ ലോഡിങ്, വൈകുന്നേരം ഡെലിവറി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയാം. ഇങ്ങനെ കഷ്ടപ്പെട്ടാലോ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് സ്കൂട്ടി എങ്കിലും മേടിക്കണം, അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം. ആര്യ, അങ്ങനെ എന്തെങ്കിലും മേടിക്കണം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലത്തേക്ക് അപ്പച്ചിയോട് ഇച്ചിരി പൈസ എന്തെങ്കിലും ചോദിക്കാം. അല്ല വേണ്ട,
എന്റെ സ്വർണം ഉണ്ടല്ലോ അതെന്തേലും ചെയ്യാന്ന് പറയാ. എന്റെ പൊന്നോ വേണ്ടായേ, അല്ലെങ്കിൽ തന്നെ ഒരു സ്വർണത്തിന് കേസ് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അപ്പോഴാണോ വീണ്ടും ഇനി അടുത്ത സ്വർണ്ണ കേസ്? എനിക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് പറയണം. അല്ല ആര്യ, അത് പിന്നെ ഞാൻ വേണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ മിത്രേ. ഇവിടെ ആനന്ദേണ് കമ്പനിയിൽ നിന്നാണ് നല്ല പൈസ കിട്ടുന്നുണ്ട്, ആനന്ദേണ്ട ജീവിതം സേഫാ. പിന്നെ ആകാശ് കടയിൽ പോകുന്നുണ്ട്, ആകാശിനും കുഴപ്പമില്ല, എന്തോന്നാലും അച്ഛൻ സഹായിക്കും. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആകാശന്റെ വീട്ടിൽ അടുത്തോണ്ട് ഇനിയിപ്പോ അവരെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തോളൂ. പിന്നെ ശ്രീദേവി അടുത്തിട്ട് വീട്ടിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ആ കാര്യവും സേഫാണ്. നമുക്കാണ് പിന്നെ ആരും ഇല്ലാത്ത. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അധ്വാനിച്ച് നമ്മൾ മുന്നോട്ട് പോകണം, എന്നാലും കാര്യങ്ങളൊക്കെ നീങ്ങോളെന്ന് പറയണം. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം ആര്യ, എന്നാലും ആര്യൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആര്യന് നല്ലൊരു ഭാവിയുള്ളതല്ലേ, ആരും പഠിക്കേണ്ട സമയമല്ലേ. അപ്പൊ ആര്യൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ, ആരും വിഷമിക്കണ്ട. കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ പഠിച്ചിറക്കുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി കിട്ടും. അപ്പൊ ഞാൻ ആര്യനെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോഴിങ്ങനെ ആരും കിടന്ന് കഷ്ടപ്പെടല്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അതെ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട് കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പൊ കഷ്ടപ്പെട്ടാലോ സമാധാനമുള്ളൂ. സമാധാനം ഇപ്പൊ കഷ്ടപ്പെട്ടാലോ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാണ്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തിനും ഇതിന് അച്ഛനെ മുന്നിൽ പോയി കൈന്നിട്ട് എന്നെ കിട്ടത്തില്ല. ഒരു 100 രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ 1000 രൂപയുടെ കണക്ക് പറയും. അത് കേട്ട് ആ മുന്നിൽ ചെന്ന് കൈ നീട്ടാനൊന്നും എന്നെ കിട്ടത്തില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല മിത്ര, അതുകൊണ്ടാന്നൊക്കെ പറയാണ്. ഇത് കേട്ട മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. പിന്നീട് മിത്ര അടുക്കളയിലേക്ക് വന്നിട്ട് ഗോമതിയോടും മീനാക്ഷിയുടെ കാര്യം പറയണം. പിന്നീട് മിത്ര പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമം, ആൻ ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ടിഞ്ഞ് മീനാക്ഷി പറഞ്ഞു, അല്ല ഇപ്പൊ ആരിന് പോകേണ്ട ആവശ്യം എന്താന്ന് ചോദിക്കുക. പറഞ്ഞല്ലോ കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണ്. ഇനിയിപ്പോ ആരും വൈകുന്നേരം കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ എത്തുള്ളൂ. നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. ലോങ് ട്രിപ്പ് അല്ലേ. അപ്പോൾ വൈകുന്നേരം കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു വിടണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ദൈവമായ പാവം എൻ്റെ മോന് രാത്രിയില്ല പകലൊന്നില്ലാതെ കിടന്ന് അലഞ്ഞ് കഷ്ടപ്പെടുവാണല്ലോ എന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ആരിനോട് പറയുന്നല്ലേ പോവണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞ ചേച്ചി, പക്ഷേ എങ്കിൽ ആരും കേൾക്കുന്നില്ല. നോക്കിയുമ്പോൾ ആരിന്റെ ഭാഗത്തും ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആരും പോകുന്ന കാര്യം ഓർക്കും ഭയങ്കര ടെൻഷനാ. കാരണം ഇത്ര ലോങ് അല്ലേ വണ്ടിയൊക്കെ ഓടിക്കുന്നത്, അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഏറ്റവും ടെൻഷൻ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഇത് കേട്ടോണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ശ്രീദേവി പറഞ്ഞു, എന്റെ ദൈവമേ എന്താ ഞാൻ ഈ കേൾക്കണേ, ആരും പോവാന്നോ? അയ്യോ അതെങ്ങനെ ശരിയാവും? നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ ആനന്ദേണ്ണും ആകാശമൊക്കെ ആ പറയാ പോവും. അതിന്റെ ആവശ്യമുണ്ടോ മിത്രന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട മിത്ര പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ആരിന് ശരിക്കും പറഞ്ഞാൽ ഈ തോന്നിയാസാ കാണിക്കുന്നേ, ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ആരിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അല്ല ശ്രീദേവിച്ചിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെന്ത് കുഴപ്പം, പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. ഞാൻ ആരിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞങ്ങോട്ട് പോകുവാണ്. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ആരും പോകാനിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവി ഒന്ന് ചമ്മി, ആയിക്കോട്ടെ ആയിക്കോട്ടെ പതൊക്കെ മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആരും ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്താ എന്താ ശ്രീദേവി വെച്ച കാര്യം ചോദിക്കാം. അത് ഞാൻ ആരിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. കാണാനും എന്തിനാ? ആരിനെ ഒന്ന് ഉപദേശിക്കാൻ വന്നാന്ന് പറയണ. ഉപദേശിക്കാണ്? എന്തിനാ എന്നെ എന്തിനാ ഉപദേശിക്കുന്നത്? അല്ല അരിയ, ഞാനത് ചോദിച്ചോട്ടെ, ആരിനിപ്പോ ഈ ലോങ് ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ടോ? ബാലച്ചൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നാ പോരെ? ബാലച്ചൻ എപ്പോഴും പറയാറില്ല ആരിനോട് നേരത്തെ കാലത്ത് വീട്ടിലേക്ക് വരണമെന്ന്, ഒത്തിരി പാതിരാത്രിയായ സമയത്ത് വരില്ലെന്ന്. ആരിനത് എന്തേലും കേട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ബാലച്ചന്റെ കടയിൽ പോയി സഹായിച്ചുകൂടെ? ആരും തോന്നിയാസം ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, അതെ ശ്രീദേവി എടുത്ത കാര്യം നോക്കിയാൽ മതി, പറഞ്ഞു കേട്ടല്ലോ, ഇതെന്റെ കാര്യമാണ്, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയണ. എന്നാലും ആര്യ അതല്ലല്ലോ ശരി, മിത്രയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക, അവളൊരു ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അത് മിത്രയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വമൊക്കെ ശ്രീദേവി അടുത്തെടുത്ത് തലയെ വെക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു, എന്നാലും അത് ശരിയല്ലല്ലോ ആര്യ, ആരിനൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരിനെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആനന്ദേണ്ണും ആകാശൊക്കെ ഇത് കണ്ടു പഠിക്കത്തല്ലേ ഉള്ളൂ, ആരിനെ അനുകരിക്കത്തല്ലേ ഉള്ളെന്നൊക്കെ ചോദിക്കണം. അതോടെ കേട്ടുകഴിഞ്ഞപ്പോ ആരിന് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വരുവാണ്. മിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, അല്ല മിത്ര, ഞാൻ ആരിനെ ഒന്ന് ഉപദേശിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളൊക്കെ ആയില്ലേ, കാരണം ഇനി ഇങ്ങനെ മാറി നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടോ മിത്ര പറഞ്ഞു, ആര് മാറി നടക്കുന്നു? അല്ല എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ അത്ര സുഖമായിട്ട് തോന്നില്ല എന്ന് പറയണം. അല്ലേ പിന്നെ ആരിന് ഇങ്ങനെയൊക്കെ പോവോ? ഒന്ന് ഓർത്ത് വയ്ക്കേ, രാത്രി ടെറസിന്റെ മുകളിൽ പോയി കിടക്കുന്നു, താമസിച്ചു വരുന്നു, ഇപ്പോഴാണ്ട് ലോങ് ട്രിപ്പും പോകുന്നു, അതിനർത്ഥം എന്താ? ആരിനും ഇത്രയും ഇഷ്ടമില്ലെന്നല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പോന്നേ. എന്റെ ആനന്ദേണ്ണായിരിക്കണം, ആനന്ദേണ്ണാണ് ഇങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല, എന്നെ വിട്ട് ഇങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറയണം.
മിത്ര ശരിക്കും ഇതിനൊക്കെ ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ടാ. അതൊന്നും ചെയ്യാൻ പാടില്ല മിത്രേ. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ഇതേ ശ്രീദേവടുത്തി വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം എന്ത് വേണമെന്ന് പറയണം. ആരും തീരുമാനിച്ചു ഞാൻ പറഞ്ഞോളൂ. അല്ല മിത്രയ്ക്ക് ആഗ്രഹം കാണത്തില്ലേ ആര്യ, സ്വന്തം ഭർത്താവ് കൂടെ വേണം. രാത്രിയിലൊക്കെ ഇങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്ത് ആര്യൻ എന്താ അത് വിചാരിക്കാത്തെ? ഞാൻ ശരിയല്ലേ മിത്രയെ പറഞ്ഞേ? അല്ലെങ്കിൽ മിത്രയ്ക്ക് പോലും സമ്മതമല്ല ആര്യം പോകുന്നതിനോട്. അല്ല മിത്രയോട് ചോദിച്ചു നോക്കാൻ പറയണം. മിത്ര പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലോ ശ്രീദേവടുത്തി, ആര്യം പോകുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലോ. ഞാൻ ശ്രീദേവടുത്തോട് എന്തും പരാതി എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കണം. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, പരാതിയൊന്നും പറഞ്ഞില്ല, എനിക്കറിയാലോ, ഞാനൊരു പെണ്ണല്ലേ, ഒരു പെണ്ണിന്റെ മനസ്സ് എനിക്കറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ആര്യൻ എന്താണല്ലോ എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല, വല്ലപ്പോഴേക്കല്ലേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. ഞാനൊന്നും പറയണില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ്. ശ്രീദേവി പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയോട് ആര്യം വന്നിട്ട് ചോദിച്ചു, നീ എന്തേലും പറഞ്ഞു കൊടുത്തിട്ടാണോ ശ്രീദേവിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞെന്ന് ചോദിക്കുക. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയാണ്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ വന്ന് പറയണേ? എനിക്കറിയത്തില്ല ശ്രീദേവി അടുത്ത് എന്താ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞേന്ന്. പിന്നീട് ആര്യനോട് പറഞ്ഞതേ ഫുഡ് ഇത് കൊണ്ടാൻ പറയണം. ഇത് കേട്ടപ്പോഴത്തേനും ആര്യം പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയണം. മിത്രയ്ക്ക് വിഷമായി. മിത്ര പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടോണമെന്ന് പറയണം. പിന്നെ കൊണ്ടോണം പോലും, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇവിടെ ഒരു സമാധാനം ഇല്ലെന്ന് പറയണം. അതിൻ്റെ ഇടയ്ക്ക് ശ്രീദേവി എടുത്തിട്ട് വക ഒരു ഉപദേശം കൂടെ എന്ന് പറയണം. അപ്പോഴേക്കും മിത്രയ്ക്ക് വിഷമായി. മിത്ര എന്ത് ചെയ്യുക, അതിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത് ആര്യ, ഞാനാണോ അതിൻ്റെ സമാധാനക്കേടിന് കാരണം? ഞാൻ കാരണമായിരിക്കില്ലേ ആനിപ്പോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക എന്നും പറഞ്ഞു. മിത്ര കരഞ്ഞു കഴിയുമ്പോഴത്തേനും ആര്യം പറഞ്ഞു, ഒരിടത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ണീരൊക്കെ ആയിട്ട് നിൽക്കില്ലെന്ന് പറയണം. മിത്രയ്ക്ക് പക്ഷെ സഹിച്ചില്ല. മിത്ര എന്ന് കരഞ്ഞു കഴിയുമ്പോഴത്തേനും ആനിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കുക. അതെ, നോക്കിയും കണ്ടുമൊക്കെ പോകണം രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ട് അറിയാലോ എന്നൊക്കെ പറയണം. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ബാലന്റെ അടുത്തേക്ക് രാമേട്ടൻ വരുവാണ്. രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു, അല്ല ബാല, നീ ഇന്ന് കാണിച്ച ശരിയായ കുട്ടിയുള്ള കാര്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീക്ക് എന്ത്? ആകാശനോട് അങ്ങനെ പറയണ്ടായിരുന്നു, അത് മര്യാദകേടല്ലേ നീ കാണിച്ചേ? അതാണോ കുഴപ്പം? എൻ്റെ രാമേട്ട കടയിൽ തിരക്കുള്ള സമയത്താണ് അവനിങ്ങനെ വിളിക്കുന്നത്, അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കണം. എന്നാലും അത് വിളിച്ചു നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? നിന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് ബാല, അതാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടെ, അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലോ എന്ന് പറയണം. പിന്നെ എൻ്റെ മനസ്സിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പം മിത്ര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മൻ കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ. മിത്ര വിഷമിച്ചിരിക്കുന്ന ധർമ്മം ചോദിച്ചു, അല്ല എന്ത് പറ്റി, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മാമ എന്ന് പറയണ, എന്തോ ഒരു കാര്യമുണ്ട്, ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മീനു ഇങ്ങോട്ട് നോക്കിയേ, എന്തോ കാര്യത്തിന് വിഷമിച്ചിരിക്കുന്നുണ്ട് മിത്ര, എന്താന്ന് ചോദിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ ആരും ഇന്ന് കുറച്ച് ലോങ് പോയേക്കുമെന്ന് പറയണം. ലോങ് എവിടെ? കട്ടപ്പനയ്ക്കോ മറ്റോ അവിടെ ലോഡ് കൊടുക്കാനുണ്ട്, ലോഡ് ഇറക്കാൻ വേണ്ടി പോയിരിക്കുക, നാളെ രാവിലത്തേക്കോ ചിലപ്പം വരുള്ളൂ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അതാണ് കാര്യം, അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട കേട്ടോ, അവൻ നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മിത്രയുടെ അടുത്ത് ചെന്നിട്ട് മീനാക്ഷി പറഞ്ഞ്, വിഷമിക്കൊന്നും വേണ്ട മിത്രേ, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാലും ഞാൻ കാരണമല്ലേ, എനിക്ക് ആനെ സഹായിക്കാൻ പറ്റുന്നില്ലോ, എനിക്കൊരു ഉപകാരം ചെയ്ത് തരാവോ മീനാക്ഷി ചേച്ചി എന്ന് ചോദിക്കുക. എന്താ? നേരത്തെ മുടങ്ങിപ്പോയ ആ ട്യൂഷനില്ലേ, അതൊന്ന് സെറ്റപ്പ് ചെയ്ത് തരാവോ? എനിക്ക് കുഴപ്പമില്ല. അല്ല, അത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേണം ആ ട്യൂഷൻ എന്തെങ്കിലും വേണം, കാരണം എനിക്ക് എന്തെങ്കിലും പണിയെടുത്ത് എനിക്ക് ആര്യനെ സഹായിക്കണം. പാവം ആര്യൻ എനിക്ക് വേണ്ടിയിട്ടാണ് കിടന്ന് ഇമാതിരി കിടന്ന് കഷ്ടപ്പെടുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. സാരമില്ല പോട്ടെ, എന്തേലും ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മിത്രയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് വൈകുന്നേരം ഫുഡ് കഴിക്കാട്ടില്ലായിരുന്നു, ബാലൻ മാത്രം വന്നിട്ടില്ല. ഈ സമയത്ത് ധർമ്മ ചോദിച്ചു, അല്ല അളിയും വന്നില്ലല്ലോ എന്ന് പറയാം. എനിക്കറിയില്ല എന്ന് പറയാം. എന്തോ ഒരു സൗന്ദര്യപ്പിടക്കം ഉണ്ടല്ലോ എന്ന് പറയാണ് ഗോമതിയോട്. ആ സമയത്ത് മിത്ര മീനാക്ഷി ഇങ്ങനെ നിൽക്കുക. മിത്രയുടെ മുഖം വല്ലായിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോമതി ചോദിച്ചു, എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും? ഒന്നുമില്ല എന്ന് പറയണം. പിന്നെ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ നിന്നിട്ട് മിത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ ആ കൂടെ വന്നു. മീനാക്ഷി വന്നിട്ട് എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്ന് പറയണം, സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ വന്നിട്ട് എന്താ രണ്ടുപേരെന്താ ഇവിടെ നിൽക്കും? ഒന്നുമില്ല എന്ന് പറയണേ. വെറുതെ എന്ന് അച്ഛാന്ന് പറയാം. അല്ല മിത്രയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല അച്ഛാന്ന് പറയണം. അല്ല എന്തോ ഒരു കാര്യമായിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെങ്കിലും പറയുന്നു പറയണം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് പിന്നെ ആര്യന് കുറച്ച് ലോങ് ഓട്ടം പോയിക്കോ, അതേക്കുറിച്ച് ഓർത്ത് നിന്നാന്ന് പറയണം. അല്ല ആര്യന് ഇതായിട്ട് വന്നില്ലോ എന്ന് പറയണം.
അപ്പൊ ലോങ് ഓട്ടം പോയിട്ട് അവൻ താമസിച്ചു എന്നും വരത്തുള്ളൂ എന്ന് ചോദിക്കാം. ചിലപ്പോ കുറച്ച് രാത്രി ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം നാളെ രാവിലെ ആവുമായിരിക്കും എന്ന് പറയണം. ഓഹോ, അപ്പൊ എന്റെ വാക്കിനിവിടെ ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനങ്ങ് തുടങ്ങണം. അപ്പോഴേക്കും കൃഷ്ണമംഗലത്ത് മുത്തശ്ശി ആ വാതക്കലേക്ക് വരണം. മുത്തശ്ശി കേട്ടി പറയുന്നതൊക്കെ, ബാലന്റെ ആക്രോശം കാര്യങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞു, ഞാൻ പറയുന്ന ഇവിടെ പട്ടിയുടെ വില പോലും തരുന്നില്ല. അങ്ങനെ തരുമായിരുന്നെങ്കിൽ അവൻ തോന്നിയാസം പോവായിരുന്നോ? അവനോട് ഞാൻ കടയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ അവൻ എപ്പോഴും അവന്റെ തോന്നിയാസാ കാണിക്കുന്നേ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, നേരത്തെ വരുമായിരിക്കും അച്ഛാ എന്നൊക്കെ പറയണം. അതെ, രണ്ടുപേരും കൂടെ മഞ്ഞു കൊള്ളണം നിൽക്കണ്ട, അകത്തേക്ക് അങ്ങോട്ട് കയറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാണ്. മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആരും രാത്രി വരത്തില്ലോ. ഇനിയിപ്പം രാത്രി നിങ്ങളെ വന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിന്റെ പേരിൽ ഇനിയിപ്പോൾ അതിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്നൊരു സങ്കടമൊക്കെ മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മിത്രയ്ക്ക് ഒന്നുകൂടെ വിഷമം കൂടി. ആരും വിളിച്ചില്ല. അപ്പോഴേക്കും ഗോമതി വന്ന് കാര്യം തിരക്കി കഴിയുമ്പോൾ ആരും വിളിച്ചില്ല എന്നൊക്കെ പറയാണ്. സാരമില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ വിളിക്കാൻ പോണ്ട, അവരിങ്ങോട്ടേക്ക് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മിത്രയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.